ഭാർഗവിക്കുട്ടി, നമ്മൾ തമ്മിൽ പരിചയമില്ല. ഞാനൊരു പാവപ്പെട്ട സാഹിത്യകാരനാണ്, ഒരു ഏകാന്ത സഞ്ചാരി. ഞാനാണിവിടുത്തെ പുതിയ താമസക്കാരൻ. ഞാനൊരു കഥ എഴുതാൻ പോവുകയാണ്. എന്തിനേറെ പറയണം, ഭാർഗവിക്കുട്ടിയുടെ കഥ. പക്ഷേ ഭാർഗവിക്കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കന്യകേ, നീ എന്തേ വരാത്തത്? ഈ ഏകാന്തത എന്നെ ദഹിപ്പിക്കുകയാണ്. കന്യകേ, നീ എന്തേ വരാത്തത്? ഭാർഗവിക്കുട്ടി, ഭാർഗവിക്കുട്ടി, കണ്ടു, നിന്നെ ഞാൻ കണ്ടു. അയ്യോ 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 സാറേ, സാറേ. എന്താടോ ചെറിയ പരിക്കണ്ണി? ഇന്നും കൊച്ചമ്മ എന്നെ പേടിപ്പിച്ചു സാറേ. എന്താടോ താനീ പറയുന്നത്? എനിക്കിവിടെ നിൽക്കാൻ പേടിയാ സാറേ. ഞാൻ പോവാ. ചെറിയ പരിക്കണ്ണി. ഭാർഗവിക്കുട്ടി, നിനക്ക് കഥ കേൾക്കാൻ തിടുക്കമായെന്ന് എനിക്കറിയാം. എഴുതാൻ ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ അവസാനം പറഞ്ഞു കേൾപ്പിക്കാം. കുറേയധികം വർഷങ്ങൾ നാം പുറകോട്ടു പോകേണ്ടി വരും. എന്നത്തെയും പോലെ തന്നെ ആ ദിവസവും പ്രശാന്ത സുന്ദരമായി ഉദിച്ചു പൊന്തുകയായി ഒരു പൂർണ്ണ ചന്ദ്രൻ. മതിലിനപ്പുറത്തെ വീട്ടിൽ ശശികുമാർ, ഇവിടെ ഈ വീട്ടിൽ ഭാർഗവിക്കുട്ടി. രണ്ട് ഹൃദയങ്ങൾക്കുമിടയിൽ ഒരു മതില് മാത്രം. ഭാർഗവി നിലയത്തിലെ പൂങ്കാവനം രൂപരഹിതമായ കിനാവിൽ മുഴുകിക്കൊണ്ടിരുന്നപ്പോൾ അദ്ഭുതാനന്ദത്തോടെ ഒരു ഗാനപ്രവാഹം ഭാർഗവിയുടെ ഹൃദയത്തിലേക്ക് ഇരമ്പിപ്പാഞ്ഞു വന്നു. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊൻവിളക്കു പൊലിയാറായി മാഗന്ധ ശാഖകളിൽ
കിളികൾ മയങ്ങാറ താമസമെന്തേ വരുവാൻ. ശ്രീമതി, ഞാൻ തന്ന പൂവ് എന്തു ചെയ്തു? എന്തിനന്വേഷിക്കുന്നു? ചവിട്ടി അരിച്ച് കളഞ്ഞു എന്നറിയാൻ. കളഞ്ഞെങ്കിൽ? അതെന്റെ ഹൃദയമായിരുന്നു. ഭാർഗവിക്കുട്ടി, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. പരമസുന്ദരിയായ എൻ്റെ ദേവി, ഏറ്റവും ഏറ്റവും സുന്ദരിയായ എൻ്റെ ദേവി, നിന്നെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ രാജകുമാരി. രാജകുമാരി, ഞാൻ പോവുകയാണ് ലക്നൌവിലേക്ക്. 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. 6 മാസമോ? അങ്ങയെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇതുപോലെ പൗർണമിയുള്ള ഒരു രാത്രിയിൽ ഞാൻ തിരിച്ചു വരും. അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ശശികുമാർ ആ രാത്രി ഭാർഗവിയോട് വിട പറഞ്ഞത് എന്നേക്കുമായിരുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത ദിനങ്ങൾ. ഭാർഗവിയുടെ കാത്തിരിപ്പിന് വിരാമമില്ലാത്ത ദിനങ്ങൾ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. പ്രേമലേഖനവും ബാല്യകാല സഖിയും മതിലുകളും നീലവെളിച്ചവുമൊക്കെ എഴുത്തിനെക്കുറിച്ച് അത്ഭുതപ്പെടുത്തിയ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. പ്രണാമം.